വചനം 51 വാക്കർത്ഥം. യാ അയ്യുഹർ റുസുലു, ഹേ റസൂലുകളെ, കുലു നിങ്ങൾ തിന്നുകൊള്ളുവിൻ, മിനത്വയ്യിബാത്തി വിശിഷ്ട അഥവാ നല്ല വസ്തുക്കളിൽ നിന്ന്, വഅമലു നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, സ്വാലിഹൻ സൽക്കർമ്മം നല്ല പ്രവൃത്തി, ഇന്നി നിശ്ചയമായും ഞാൻ, ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്താണെന്ന്, അലീം അറിയുന്നവനാണ്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത്വയ്യിബാതി വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. ഹേ ദൂതന്മാരെ അഥവാ റസൂലുകളെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിനെപ്പറ്റി ഞാൻ അറിയുന്നവനാകുന്നു. വചനം 52 വാക്കർത്ഥം. വ ഇന്നഹാദിഹി നിശ്ചയമായും ഇതാണ്, ഉമ്മത്തുക്കും നിങ്ങളുടെ സമുദായം, ഉമ്മത്തൻ വാഹിദ ഏക സമുദായം, വ അന ഞാനാകട്ടെ, റബ്ബുക്കും നിങ്ങളുടെ റബ്ബുമാണ്, ഫത്തഖൂൻ അതിനാൽ എന്നോട് നിങ്ങൾ ഭക്തി കാണിക്കുവിൻ, എന്നെ സൂക്ഷിക്കുവിൻ. വ ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ വ അന റബ്ബുകും ഫത്തഖൂൻ. നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം, ഞാൻ നിങ്ങളുടെ റബ്ബുമാകുന്നു. ആകയാൽ നിങ്ങൾ എന്നോട് ഭക്തി കാണിക്കുവിൻ. ഇതായിരുന്നു എല്ലാവരോടും കൽപ്പിക്കപ്പെട്ടിരുന്നത്. വചനം 53 വാക്കർത്ഥം. ഫതഖത്വഉ എന്നാൽ അവർ മുറിച്ചെടുത്തു, അംറഹും അവരുടെ കാര്യം, ബൈനഹും തങ്ങൾക്കിടയിൽ, സുബുറൻ കഷ്ണങ്ങളായി, തുണ്ടം തുണ്ടമായി, കുല്ലു ഹിസ്ബിൻ എല്ലാ കക്ഷിയും, ബിമാ ലദൈഹിം തങ്ങളുടെ പക്കൽ ഉള്ളതുകൊണ്ട് ഉള്ളതിൽ, ഫരിഹൂൻ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്. ഫതഖത്വഉ അംറഹും ബൈനഹും സുബുറാ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. എന്നാൽ അവർ അഥവാ ജനങ്ങൾ തങ്ങളുടെ കാര്യത്തെ തങ്ങൾക്കിടയിൽ കണ്ടം തുണ്ടമായി മുറിച്ചെടുത്തു കളഞ്ഞു. ഓരോ കക്ഷിയും തങ്ങളുടെ അടുക്കലുള്ളതുകൊണ്ട് സംതൃപ്തരാണ്. 51 മുതൽ 53 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഒരേ റബ്ബിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ച് അവൻ്റെ ഏകമതം സ്വീകരിച്ച് ഏക സമുദായമായി കഴിയേണ്ട മനുഷ്യർ വിഭിന്ന കക്ഷികളായിത്തീർന്നു. മാത്രമല്ല ഓരോ കക്ഷിയും തൻ്റേതാണ് ശരിയെന്ന് കരുതി തൃപ്തിയടയുകയും ചെയ്തു. സൂറത്തുൽ അംബിയായിൽ ഏതാണ്ട് ഇതുപോലെ 92-93 വചനങ്ങളിലും അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരണത്തിൽ വായിച്ച സംഗതികൾ ഇവിടെയും ഓർമ്മിക്കുക. അത്തയ്യിബാത്ത് എന്ന വാക്കിനാണ് വിശിഷ്ട വസ്തുക്കൾ എന്ന് അർത്ഥം കൊടുത്തത്. നല്ലത്, ഹൃദ്യമായത്, പരിശുദ്ധമായത്, വിശിഷ്ടമായത് എന്നൊക്കെ അതിന് അർത്ഥം വരാം. വിരോധിക്കപ്പെട്ടിട്ടില്ലാത്തതും മ്ലേച്ഛമല്ലാത്തതും ഹൃദ്യമായതുമായ വസ്തുക്കൾ ഭക്ഷിച്ചുകൊള്ളുവാൻ എല്ലാ റസൂലുകളോടും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ആയത്തിൻ്റെ താൽപ്പര്യം. മതത്തിൽ അനുവദിക്കപ്പെടാത്ത അഥവാ ഹലാലല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ അത് എത്ര നല്ലതായിരുന്നാലും ശരി, ഉപയോഗിക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നതിനുള്ള ഒരു ഉപാധിയാണെന്നുകൂടി ആയത്തിൻ്റെ ഘടനയിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. താഴെ കാണുന്ന ഹദീസുകളിൽ നിന്ന് അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യാം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ് സുഹ്ത് വകുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി കാനത്തിൻ നാറു ഔലാ ബിഹി. അഹ്മദ് വദ്ദാരിമി വൽ ബൈഹഖി. സാരം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഹറാമായ അഥവാ വിരോധിക്കപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് വളർന്നുണ്ടായ
മാംസം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഹറാമിൽ നിന്ന് വളർന്നുണ്ടായ എല്ലാ മാംസത്തിനും കൂടുതൽ അർഹതയുള്ളത് നരകത്തിനാകുന്നു. عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم أيها الناس إن الله تعالى طيب لا يقبل إلا طيبا وإن الله تعالى أمر المؤمنين بما أمر به المرسلين فقال يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم وقال يا أيها الذين آمنوا كلوا من طيبات ما رزقناكم ثم ذكر الرجل يطيل السفر أشعث أغبر ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام يمد يديه إلى السماء يا ربي يا ربي فأنى يستجاب له مسلم الترمذي وغيرهما. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. ഹേ മനുഷ്യരെ, അല്ലാഹു വിശിഷ്ടനാകുന്നു. വിശിഷ്ടമായതിനെയല്ലാതെ അവൻ സ്വീകരിക്കുകയുമില്ല. നിശ്ചയമായും അവൻ മുർസലുകളോട് കൽപ്പിച്ചതുപ്രകാരം തന്നെ സത്യവിശ്വാസികളോടും കൽപ്പിച്ചിട്ടുണ്ട്. മുർസലുകളോട് അവൻ ഇങ്ങനെ പറയുന്നു: ഹേ ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അറിയുന്നവനാകുന്നു. സത്യവിശ്വാസികളോട് അവൻ പറയുന്നു: ഹേ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുവിൻ. പിന്നീട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്: മനുഷ്യൻ ജടമുടിയും പൊടിയാടിയും കൊണ്ട് മുഷിഞ്ഞ് മിനക്കെട്ട് ദീർഘയാത്ര ചെയ്യുന്നു. അവൻ്റെ ഭക്ഷണമാകട്ടെ ഹറാമായിരിക്കും, പാനീയവും ഹറാമായിരിക്കും, വസ്ത്രങ്ങളും ഹറാമായിരിക്കും. അവൻ ഹറാമുകൊണ്ട് വളർത്തപ്പെടുകയും ചെയ്തിരിക്കും. അവൻ ആകാശത്തേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ എന്ന്. എന്നാൽ അതിന് അവൻ എവിടെ നിന്ന് ഉത്തരം കിട്ടുവാനാണ്? മുസ്ലിം, തിരുമതി. ഈ ഹദീസിൽ ഉദ്ധരിച്ച പ്രവാചകന്മാരോടുള്ള കൽപ്പന നമ്മുടെ 51-ാം വചനം തന്നെ. സത്യവിശ്വാസികളോടുള്ള കൽപ്പന സൂറത്തുൽ ബഖറ 172-ാം വചനമാകുന്നു. അതിൻ്റെ ബാക്കി ഭാഗം വസ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോട് നന്ദി കാണിക്കുകയും ചെയ്യുവിൻ എന്നാകുന്നു. എത്ര ഗൗരവമേറിയ കൽപ്പനയാണിതെന്ന് ആലോചിച്ചു നോക്കുക. മുസ്ലിം സഹോദരന്മാരെ, ചിന്തിക്കുക. നമ്മുടെ ഇന്നത്തെ നിലയൊന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ ഭക്ഷണപാനീയങ്ങളിലാകട്ടെ ഇതര വസ്തുക്കളിലാകട്ടെ ഹറാമിൻ്റെ കലർപ്പും പാപത്തിൻ്റെ കറയും കലരാത്തവരായി നമ്മിൽ എത്ര പേരുണ്ടായിരിക്കും? മിക്കവാറും ആളുകൾക്ക് ഇക്കാര്യത്തിൽ ഇന്ന് വല്ല നിഷ്കർഷയുമുണ്ടോ? അഹോ സങ്കടം! അതുമാത്രമോ, നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഹറാമോ ഹലാലോ എന്ന് ചിന്തിക്കുകയെന്നത് ഇന്നൊരു പ്രശ്നം പോലുമല്ലാതായിരിക്കുകയാണ്. നമ്മുടെ സാമുദായിക വശമെടുത്ത് നോക്കിയാലോ, അവർ തങ്ങളുടെ കാര്യത്തെ തങ്ങൾക്കിടയിൽ കണ്ടം തുണ്ടമാക്കി ഫതഖത്തഉ അംറഹും ബൈനഹും എന്ന് 53-ാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ച അതേ നിലപാടു തന്നെ. ഇതര സമുദായങ്ങളുടെ കഥ എന്തെങ്കിലുമായിക്കൊള്ളട്ടെ, നാം ഇന്ന് എത്ര കക്ഷികളായി പിരിഞ്ഞു, എത്രയായി പിരിയുന്നു. ഓരോ കക്ഷിയും മറ്റേ കക്ഷിയുമായി എത്രമാത്രം ഭിന്നിപ്പിലും വൈരത്തിലുമാണുള്ളത്. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശരിയും നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൈവശം തന്നെയുണ്ട്. എന്നിട്ടും അവയെ അവലംബിക്കാതെ ഓരോ കക്ഷിയും തൻ്റെ കക്ഷിയുടേത് മാത്രമാണ് ശരിയെന്ന് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ശഠിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം സമുദായമേ, നമുക്കുള്ളത് ഒരേ റബ്ബ്, ഒരേ നബി, ഒരേ വേദഗ്രന്ഥം, ഒരേ മതം, ഒരേ ഉന്നം. ഇവയാണല്ലോ. സമുദായമേ, നിനക്ക് ബുദ്ധിയില്ലേ? ഈ ഖുർആൻ വാക്യങ്ങൾ നീ കാണുന്നില്ലേ, വായിക്കുന്നില്ലേ, അവയെപ്പറ്റി ചിന്തിക്കുന്നില്ലേ?
അള്ളാഹുവേ, മുസ്ലിം സമുദായത്തിന് സൽബുദ്ധി തോന്നിച്ചാലും ആമീൻ. സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഭിന്നകക്ഷികളെയെല്ലാം യാതൊരു നടപടിയും എടുക്കാതെ അള്ളാഹു വെറുതെ വിട്ടുകളയുമെന്ന് ആരും ധരിക്കരുതെന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നു.